ഹലോ എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഇവിടെ രാവിലെ തന്നെ ചെറിയൊരു പണിയിലാണ് കേട്ടോ. അപ്പോൾ വേറെ ഒന്നുമല്ല, അടുക്കളയിലൊരു സ്വിച്ച് ബോർഡ് വെക്കലാണ്. അപ്പോൾ നമ്മൾ വീട് പണി ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ നമ്മൾ പിന്നീട് ചെയ്യുക പറഞ്ഞാൽ കുത്തിപ്പൊളിക്കലൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. അപ്പോൾ അത് കാരണം തന്നെ രണ്ടാമത്തെ പണിയായി എന്ന് മാത്രം നമ്മൾ മുകളിലൂടെ കൊടുക്കുന്നൊരു അവസ്ഥയിലേക്കാണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മുടേത്. അപ്പോൾ അത് നമുക്ക് ബോറാണ്, പക്ഷെ അത് അത്യാവശ്യം ആയതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ ഒരു സ്വിച്ച് ബോർഡ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇതിനുള്ളിലൂടെ ഈ വെള്ളം ഒരു സാധനം ഇരിക്കുന്നുണ്ടല്ല, ഇതിനുള്ളിലൂടെ ഫൈബറിൻ്റെ ഒരു പീസാണത്, അതിനുള്ളിലൂടെയാണ് നമ്മുടെ ഈ വയർ കടത്തി വിടുന്നത്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നമ്മൾ വയറിങ് പണിയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ അവരോട് പറയണം. ഓരോ ഭാഗത്ത് മിക്ക സ്ഥലങ്ങളിലും നമുക്ക് വേണ്ടതുണ്ട്. ഇപ്പോൾ ഓവൻ വെക്കാനാണെങ്കിലും ഫ്രിഡ്ജ് വെക്കാനാണെങ്കിലും ഇപ്പോൾ എല്ലാ വീടുകളിലും ഇപ്പോൾ അത്യാവശ്യം നമ്മൾ ലൈറ്റൊക്കെ പല ഭാഗത്തൊക്കെ ആയിരിക്കില്ല, സ്പീക്കർ അതിനൊക്കെ നമ്മൾ സ്വിച്ച് ബോർഡ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമുക്കൊരു അബദ്ധം പറ്റിയതാണത്. നമുക്കവിടെ വേണ്ടി വരില്ല എന്ന് വിചാരിച്ചു, പക്ഷെ അവിടെയും വേണ്ടി വന്നു. ഈ സൈഡിട്ട് രണ്ട് സൈഡിൽ ഇപ്പോൾ ഓരോ സ്വിച്ച് ബോർഡായിട്ടാണ്. അപ്പോൾ ഇവിടെ ഈ സൈഡിലാണെങ്കിൽ കറണ്ട് അടുപ്പ് വെക്കാനായിട്ടാണ് ഇങ്ങനെയാണ് കണക്ട് ചെയ്ത് പോയിരിക്കുന്നത്. അപ്പോൾ ആ മുകളിലൂടെ കാണുന്ന രീതിയിലാണത്. പക്ഷെ മുകളിൽ കൂടെ കൊടുത്തപ്പോൾ വലിയ ബോറില്ല, പക്ഷെ അത്യാവശ്യം ആയതുകൊണ്ട് മാത്രമാണ് നമ്മളങ്ങനെ ചെയ്തത് കേട്ടോ. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പോൾ അങ്ങനെ വെച്ചിട്ടുണ്ട്. വേനൽക്കാലം തുടങ്ങിയെന്ന് വെച്ചാൽ നമ്മളവിടെ മിക്ക ദിവസങ്ങളും എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടാകും. ഒരു ദിവസം വിറകായിരിക്കാം, പിന്നെ തേങ്ങ ആയിരിക്കാം, പറഞ്ഞ പോലെ ഓരോ ദിവസങ്ങളും ചെറിയ ചെറിയ പണികൾ ഉണ്ടാവും. മഴക്കാലം വരുമ്പോൾ മാത്രമാണ് ഒന്ന് പണികളൊന്നും ഇല്ലാത്തൊരു സമാധാനത്തോടെ ഒന്ന് ഇരിക്കട്ടെ. ഇതൊക്കെ നമ്മുടെ പണികൾ, വേണ്ട പണികൾ തന്നെയാണ് കേട്ടോ. വിറകാണെങ്കിലും തേങ്ങയാണെങ്കിലും എല്ലാവർക്കും വേണ്ട സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഒതുക്കി വയ്ക്കലൊക്കെ വേനൽക്കാലത്തുള്ള പണികളാണ് കേട്ടോ. പിന്നെ ഞാൻ ഇന്നലത്തെ അതിലേക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ മുകളിൽ ഭയങ്കര ലീക്കാണ്. വെള്ളം വെളിക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ലീക്ക് നമ്മൾ അവിടേക്ക് വെള്ളം വെറുതെ വേസ്റ്റായി പോകണ്ടോയെന്ന് വെച്ചിട്ട് പൈപ്പിനെ ഇങ്ങോട്ട് വെളിയിലോട്ട് കണക്ട് ചെയ്താട്ടോ. ഇവിടെ ചെടികളൊക്കെ ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് വെള്ളം അവിടെ വെറുതെ വേസ്റ്റായി കളയേണ്ടതുകൊണ്ട് ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് കണക്ട് ചെയ്താട്ടോ. അപ്പോൾ ആ പൈപ്പ് താഴെ വരെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ബെൻഡ് കിട്ടിയില്ല. അപ്പോൾ ഇനി ഞാൻ നാളെ മറ്റന്നാൾ ഇനി പുറത്ത് പോയിട്ട് വരുമ്പോൾ ബെൻഡ് വാങ്ങിച്ചിട്ട് പൈപ്പ് ഇടാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ താഴെ വരെ എത്തിച്ച് കിട്ടിയിട്ടുണ്ട്. ഇവിടെ എന്ന് വെച്ചാൽ കുറേ മുളക് ചെടികൾ, അതേപോലെ തന്നെ വെണ്ടയ്ക്ക, അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ ഇഷ്ടംപോലെ അമ്മേൻ്റെ പണിയാണ് കേട്ടോ നമ്മുടെ. അതേപോലെ തന്നെയാണ് കേട്ടോ പൂച്ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് മുളക് ചെടിയൊക്കെ ഇന്നലെ വെച്ചതാട്ടോ. ഇപ്പോൾ ഞാനും അമ്മയും കൂടിയിട്ട് ഇന്നലെ കംപ്ലീറ്റ് വെച്ചതായിരുന്നു. ഓമക്കായിട്ട് ഇത് വലിയ ഹൈറ്റൊന്നും വരാത്ത ഓമക്കായിട്ട്. അപ്പോൾ എനിക്ക് അപ്പുറത്തെ ഒരു ചേച്ചി തന്നാണ്, സജിത ചേച്ചി ഒരു ചേച്ചി തന്നാണ് കേട്ടോ. വെച്ചുണ്ടാക്കിയതിന് ശേഷം പപ്പായ തന്നാൽ മതി എന്നിട്ട് വെച്ചതായിരുന്നു കേട്ടോ. ഞാൻ ഓടിക്കൊണ്ട് വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ വേറെ നല്ല മഴ തുള്ളി ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ വേഗം ഞാൻ തേങ്ങ വാരി വയ്ക്കട്ടെ എന്നിട്ട് ഓടിക്കൊണ്ട് വന്ന കേട്ടോ. ചെറുതായത് തുള്ളി വെട്ടി തുടങ്ങിയിട്ടുണ്ട്, ഇടി മുഴങ്ങുന്നുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ കഴിച്ചോ? എനിക്ക് നല്ല വിശപ്പുണ്ട്, ഞാൻ എന്താണെങ്കിലും കഴിക്കട്ടെ. വേറെ ഒന്നുമല്ല, സ്പെഷ്യലി പറയാനൊന്നുമില്ല, കഞ്ഞി തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ കഞ്ഞിയോട് താല്പര്യം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എനിക്ക് കഞ്ഞി ഭയങ്കര ഇഷ്ടമാട്ടോ, എൻ്റെ ഫേവറേറ്റ് ആണ് കഞ്ഞിയും. എന്തെങ്കിലും ചമ്മന്തി കഞ്ഞിയിൽ കൂടെ ഇട്ട് കഴിക്കലാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ തൽക്കാലം നമുക്ക് ചമ്മന്തിയൊന്നും ഇല്ല. അപ്പോൾ ഞാൻ കഞ്ഞി കൂടെ കുറച്ച് നമ്മുടെ അച്ചാറാണ് ഇടുന്നത് കേട്ടോ. അമ്മ വീട്ടിൽ നിന്ന് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു, മറ്റേ ഇരുമ്പമ്പുളിയുടെ അച്ചാറില്ലേ, ആ അച്ചാറുണ്ട്. അപ്പോൾ ഞാൻ അതാണ് ഇതിലൂടെ ഇടുന്നത് കേട്ടോ. അപ്പോൾ അത് ഇട്ടിട്ട് ഒന്ന് ഞെരടിയിട്ട് അങ്ങോട്ട് കഴിക്കൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ. വേറെ നല്ല സ്പെഷ്യൽ പറയാനൊന്നുമില്ല, രാവിലെ വെച്ചിട്ടുള്ള കടലക്കറിയാണ്. പിന്നെ കുറച്ച് കുട്ടികൾക്ക് വറ്റല വറുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വറ്റല മാത്രം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വെള്ളക്കടലയായിരുന്നു കേട്ടോ. അപ്പോൾ കടലക്കറി എടുത്ത് അതേപോലെ തന്നെ നമുക്ക് കുറച്ച് വറ്റലയും കൂടിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. വേറെ സ്പെഷ്യൽ പറയാനൊന്നും വെച്ചിട്ടില്ല, പണിയിലായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒന്നും വെക്കാനൊന്നും സാധിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ എൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇതിൽ വേറെ സ്പെഷ്യലായിട്ടൊന്നും പറയാനൊന്നുമില്ല. അപ്പോൾ ഇത്രയുള്ളത് എൻ്റെ ഈ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എങ്കിലപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.